ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, സ്ഥലത്തിൻ്റെ ഉടമയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അന്നൂരിൽ ഞങ്ങളൊരു ചുമരെഴുതിയപ്പോൾ ആ ചുമരെഴുതി ഞങ്ങളുടെ പ്രവർത്തകന്മാർ തിരിച്ചുപോയി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് വെള്ളയടിച്ച് LDFിൻ്റെ ചുമരെഴുത്താക്കി മാറ്റുകയുണ്ടായി. അത് സംബന്ധിച്ച് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ചുമര് മറച്ച് ആരും ഇത് എഴുതേണ്ടതില്ല എന്ന നിലയിൽ പോലീസ് എന്ന് എഴുതി വച്ചതായി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചിലർ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. 2 ചുമര് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നെഴുതിയപ്പോൾ ഇന്നലെ രാത്രി ആ സ്വതന്ത്ര എന്നുള്ളതിൻ്റെ മുമ്പിൽ UDF എന്നെഴുതി ചേർക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നത് LDF അല്ല തീരുമാനിക്കേണ്ടത്. UDF പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ആര് പിന്തുണച്ചാലും പിന്തുണ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാ ഞാൻ എഴുതിയ ചുമരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിൻ്റെ മുമ്പിൽ UDF എന്ന് ഇരുട്ടിൻ്റെ മറവിൽ എഴുതി ചേർക്കുന്നത്? ഒന്ന് കരിങ്കുഴിയിലാണ്. കരിങ്കുഴി എൻ്റെ തന്നെ സ്ഥലത്തിൻ്റെ ചുമരാണ് എഴുതിയത്, മറ്റാരുടെയും ചുമരല്ല. കാരണം ആ ചുമര് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ സാധിക്കില്ല. മറ്റൊരു ചുമര് ഏച്ചലാമയിലാണ്. ഈ 2 ചുമരിൻ്റെ മുമ്പിലും UDF എന്ന് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളൊരു ചുമരെഴുതിയാൽ എതിർകക്ഷി അവർക്ക് ആവശ്യമായ രീതിയിൽ ആ ചുമരെഴുത്തിനെ മാറ്റിമറിക്കുന്ന ഒരു നില എപ്പോഴെങ്കിലും ഈ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വേവലാതിയൊന്നുമില്ല. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നെ ഒരു പ്രത്യേക അറയിൽ മാറ്റിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം LDF വളരെ ബോധപൂർവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം LDFിനകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുമെന്നും ആ വോട്ട് ചോർച്ച തടയാൻ ഞാൻ സ്വതന്ത്രനല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നിലയിലാണ് ഇത്തരം ഇടപെടലുകൾ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് പിന്തുണ നൽകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടും പയ്യന്നൂരിലെ ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നെ LDFന്റെ നിലപാടിന് അനുസരിച്ച് UDF സ്വതന്ത്രനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്.